Hello everyone, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹോണ്ട CB300 സിൽപ്പർ ക്ലച്ച് കയറ്റാനായിട്ട് പോവുകയാണ്. നമ്മുടെ പഴയ CKD വേരിയൻ്റ് ആണ് ഈ CB300. സോ ഇതിൽ സിൽപ്പർ ക്ലച്ച് വരുന്നില്ല. സോ നമുക്ക് ഇതിൽ സിൽപ്പർ ക്ലച്ച് ആഡ് ചെയ്യാനായിട്ടാണ് പോവുകയാണ്. സോ നമ്മുടെ പുതിയ വേരിയൻ്റ് ആയ CB300 നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വേരിയൻറ്റിൽ നമുക്ക് സിൽപ്പർ ക്ലച്ച് വരുന്നുണ്ട്. സോ അത് നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ ആദ്യം തന്നെ വണ്ടിയുടെ ക്ലച്ച് കേസിങ് ഊരി കൂളൻ്റ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലച്ച് അസംബ്ലി കംപ്ലീറ്റ്ലി അതിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 10 മില്ലിമീറ്റേഴ്സിൻ്റെ ബോൾട്ട് വെച്ചിട്ട് നമ്മൾ സ്പ്രിംഗ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്ലച്ച് ഫേസിങ് എല്ലാം തന്നെ ഈസിലി നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് ബാസ്ക്കറ്റിൻ്റെ സെൻട്രലായിട്ടൊരു വലിയ നട്ട് ഉണ്ടാവും. അത് നമുക്ക് റിമൂവ് ചെയ്യാം. അത് പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല, പക്ഷേ അതിനൊരു ടെക്നിക്കുണ്ട്. സോ നമ്മളിവിടെ അത് പ്രോപ്പർ ചെയ്യേണ്ടത് നമുക്കൊരു ഇമ്പാക്ടർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ലോക്കിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മളടുത്ത് അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു വഴിയിലാണ് റിമൂവ് ചെയ്തത്. അത് നല്ലൊരു വഴി അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല. ബട്ട് നമുക്ക് വേറൊരു വഴിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഊരാൻ പറ്റും. ഒരുപാട് ഡാമേജ് ഒന്നും വണ്ടിക്ക് ഉണ്ടാകാനും പോകുന്നില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ ടു ഡു ഇറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണിച്ചു തരുന്നില്ല. എനിവേ നമ്മൾ ആ ബോൾട്ട് ആ നട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വാഷർ റിമൂവ് ചെയ്തു. നമുക്ക് ഇനി പ്രൈമറി ഗിയറും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ ലോക്കിംഗ് ടൂൾ ഉണ്ട്. അത് വെച്ച് നമ്മളത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈമറി ഗിയറിൻ്റെ സെൻട്രലത്തെ ലോക്ക് നട്ടും നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയുടെ ക്ലച്ച് ബാസ്ക്കറ്റ് കംപ്ലീറ്റ്ലി വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ നമ്മുടെ സിൽപ്പർ ക്ലച്ചിൻ്റെ ക്ലച്ച് ബാസ്ക്കറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ എല്ലാം ഊരി കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ക്ലച്ച് ബാസ്ക്കറ്റ് ഊരുവാൻ കുറച്ച് ടൈറ്റ് ആയിരുന്നു. കാരണം പാർട്സിൻ്റെ ഇടയിലുള്ള ക്ലിയറൻസ് ഒക്കെ തന്നെ വളരെ കുറവായിരുന്നു. അത് നല്ലൊരു ഹെൽത്തി എഞ്ചിനാണ്. കാര്യം നമുക്ക് ഇതുവരെ അങ്ങനെ ഇളക്കേണ്ടി വന്നിട്ടില്ല. മറ്റുള്ള ഒരുപാട് വിയർ ആൻഡ് ടയർ ഒന്നും അതിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. സോ ഫൈനലി വി മാനേജ് ടു ഗെറ്റ് ദാറ്റ് ഓഫ്. കാരണം വണ്ടിയിൽ നിന്ന് നമുക്ക് ഊരാൻ ആദ്യം ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. ബട്ട് അത് ഈസിലി പിന്നീട് ഊരി വന്നു. സോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പുതിയ ബാസ്ക്കറ്റ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഴയതിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ പുതിയ പ്രൈമറി ഗിയറാണ് യൂസ് ചെയ്യുന്നത്. കാര്യം പഴയ ഗിയർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലിടയിൽ പ്ലേ ഉണ്ടെങ്കിൽ നമുക്കത് വണ്ടിക്ക് ചെറിയ വൈബ്രേഷൻ ആയിട്ടൊക്കെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ പുതിയ ക്ലച്ച് ബാസ്ക്കറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പ്രൈമറി ഗിയർ നമ്മുടെ ബാസ്ക്കറ്റായിട്ട് പെയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. കാര്യം ഒന്നിലുള്ള തേയ്മാനം മൾട്ടിയിലേക്ക് വരത്തില്ല. പിന്നെ നമ്മൾ സിൽപ്പർ ക്ലച്ചിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ജെഡർ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ വൈബ്രേഷൻസ് ഡാമ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ മെക്കാനിസം ഇതാണ്. അതായത് നമ്മൾ സിൽപ്പർ ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ RPMത്തിന് മുകളിൽ വണ്ടിക്ക് ആ ലോഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ക്ലച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്ലിപ്പായി ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലിയറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലച്ച് കുറച്ചുകൂടെ ഒന്ന് ഡിസെൻഗേജ് ആയിട്ട് നമ്മൾ വീല് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. വീണ്ടും കറക്റ്റ് RPM മാച്ച് ആകുമ്പോഴത്തേക്കും വീണ്ടും ലോക്ക് ആവും. സോ ഇങ്ങനെയാണ് നമ്മൾ സിൽപ്പർ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളെ ക്ലച്ച് കേസിങ് നമ്മളതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പുതിയ ലോക്ക് നട്ടാണ്. സോ നമ്മൾ അതിവിടെ മേടിച്ചിട്ടുണ്ട്. കാരണം പഴയതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ തട്ടി ഊരാൻ നേരത്തതിൻ്റെ ആ ഇതെല്ലാം പോകും. സോ പുതിയ ലോക്ക് നട്ടിൽ നമുക്ക് ചെറിയ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ടോർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ ആ ഒരു നട്ട് നമ്മളിതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നെട്ടൊക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്ലച്ച് പ്ലേറ്റ്സ് എല്ലാം തന്നെ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിവിടെ ഫ്രിക്ഷൻ പ്ലേറ്റും വരുന്നുണ്ട്, മാത്രമല്ല ഈ മെറ്റൽ പ്ലേറ്റ്സും തന്നെ വരുന്നുണ്ട്. സോ ഇത് തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റിലാണ് ഇതിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് എല്ലാം തന്നെ. സോ നമുക്കതിൽ ഓരോ പ്ലേറ്റും അതിൻ്റെതായ ഓർഡറിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. സോ ക്ലച്ച് അസംബ്ലിയിലെ ലാസ്റ്റത്തെ പീസാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് പീസാണ്. ഇതിൽ നമുക്ക് വരുന്നത് 3 സ്പ്രിങ്ങാണ്. അതായത് നമ്മുടെ സിൽപ്പർ ക്ലച്ചിൽ 3 സ്പ്രിങ്ങും നമ്മുടെ പഴയ ക്ലച്ചിൽ നമുക്ക് വന്നിരുന്നത് 5 സ്പ്രിങ്ങുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ക്ലച്ച് പുള്ളിലാണ്. പഴയതിന് കുറച്ചുകൂടെ ഹാർഡാണ്. കാര്യം ഇത്രയും സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് വേണം നമ്മുടെ ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ പുതിയതിലാകുമ്പോഴത്തേക്ക് 3 സ്പ്രിങ്ങേ ഉള്ളൂ. മാത്രമല്ല സിൽപ്പർ ക്ലച്ചിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് സ്വന്തമായിട്ട് ലോക്കാവും. കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു.
സോ ഈ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 3 സ്പ്രിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ടോർക്ക് ചെയ്യേണ്ടതെല്ലാം ടോർക്ക് ചെയ്ത് ക്ലച്ച് കേജിങ് അടയ്ക്കാം. നമുക്കിവിടെ മെയിൻ ഗിയറിൻ്റെ സെൻറ്ററിൽ വരുന്ന നട്ട് ടൈറ്റ് ചെയ്യാനായിട്ടുണ്ട്. സോ അതും പ്രോപ്പറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഓറിങ്സ് ഒക്കെ മാറാനുണ്ട്. സോ ഓറിങ്സ് ഒക്കെ മാറി നമുക്ക് ഓയിൽ പമ്പിൻ്റെ ഗിയർ ഫിക്സ് ചെയ്യണമായിരുന്നു, അത് ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പുതിയ ഗ്യാസ്കറ്റ് ഇട്ടിട്ട് നമ്മുടെ ക്ലച്ച് കേജിങ് അടയ്ക്കാം. സോ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വാട്ടർ പമ്പിൻ്റെ നമ്മുടെ സീലും കൂടെ മാറുന്നുണ്ട്. സോ നല്ലതാണ് കാര്യം, നമുക്ക് പിന്നീട് ഫെയിൽ ആവാനുള്ള ചാൻസും കുറവാണ്. കാരണം ഇപ്പോൾ ആക്ച്വലി നല്ലത് തന്നെയാണ്, എന്നാലും നമ്മളത് മാറാമെന്ന് തീരുമാനിച്ചു. സോ നമ്മൾ പുതിയ വാട്ടർ പമ്പിൻ്റെ സീല് മേടിച്ചിട്ടുണ്ട്. സോ അതും കൂടെയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. വാട്ടർ പമ്പിൻ്റെ സീല് മാറിയ സ്ഥിതിക്ക് നമുക്ക് വാട്ടർ പാത്തിൻ്റെ 2 ഓറിങ്സും കൂടെ മാറാനായിട്ടുണ്ട്. പക്ഷേ സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം എനാബോണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ RTB എന്തെങ്കിലും യൂസ് ചെയ്ത് അത് സീൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സർഫസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു ഗുഡ് ക്വാളിറ്റി RTB യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ വാട്ടർ പാത്ത് കൂടെ ഫിക്സ് ചെയ്യാം. RTB യൂസ് ചെയ്യുമ്പോഴത്തെ എക്സസ് ആയിട്ട് യൂസ് ചെയ്യരുത്. കാര്യം ചിലപ്പോൾ നിങ്ങളുടെ വാട്ടർ പാത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ കൂളൻറ്റിൻ്റെ ആ ഒരു ഫ്ലോയിനെ ബാധിക്കും. സോ അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു ചെറിയ തിൻ ഫിലിമായിട്ട് മാത്രം യൂസ് ചെയ്യുക. മാത്രമല്ല വൺസ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് വൈപ്പ് ചെയ്ത് കളയാനും കൂടി ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണൽ ലുക്കും കിട്ടും. കാര്യം പുറത്തേക്ക് തള്ളി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാണാൻ വൃത്തികേടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി തന്നെ വെക്കുക. ഫൈനലി നമ്മൾ വർക്ക് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് പറയാൻ കാര്യം നമുക്ക് ഇനി കൂളൻ്റ് ഇതിൽ ഫില്ല് ചെയ്യാനുണ്ട്. ഓയിലൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൽ ഒഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ക്ലച്ച് ഫീൽ എങ്ങനെയാണ്, മറ്റുള്ള പ്രോപ്പറായിട്ട് ഗിയർ വീഴുന്നുണ്ടോ, എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ്, അതായത് നമ്മുടെ ക്ലച്ചിൻ്റെ എൻഗേജ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കണം. സോ അതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനലി നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു CB300 അല്ലെങ്കിൽ CBR 250 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു മോഡാണിത്. വളരെ അടിപൊളി ഒരു മോഡാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് സിറ്റി യൂസിലൊക്കെ തന്നെ ഭയങ്കര ലൈറ്റാണ് ക്ലച്ച്. നമുക്ക് നോർമലി ഹോണ്ട വണ്ടികൾ കാണുന്നതിനെക്കാട്ടിയും ലൈറ്റാണ്. നമുക്കൊരു ചെറുവിരലിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വരും വളരെ ഈസി ആയിട്ട്. മാത്രമല്ല നമുക്ക് ഗിയർ പ്രോപ്പറായിട്ട് വീഴുന്നുണ്ട്, ക്ലച്ച് പ്രോപ്പറായിട്ട് എൻഗേജും ഡിസെൻഗേജും ആവുന്നുണ്ട്. സോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. പാർട്സ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളിതിൽ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് സോഴ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മോഡ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. തീർച്ചയായും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്കുള്ള കണ്ടൻറ്റായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.